ഓർമ്മിക്കാനൊരു എക്സ്കർഷൻ. കഥ എത്തവരെ സോഫിയയും നൂറയും സ്കൂൾ ട്രിപ്പുമായി വയനാട്ടിലെത്തിയതാണ്. അന്ന് രാത്രി സംഭവിച്ച ഭയാനക സംഭവങ്ങൾ ആലോചിച്ചു പേടിച്ചുകൊണ്ട് രണ്ടാമത്തെ രാത്രിയിലേക്ക് കടക്കുന്നു. എപ്പിസോഡ് 2. രാവിലെ റിസോർട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹാൾ നിറഞ്ഞ ശബ്ദവും കോലാഹലവും. പക്ഷേ നൂറയ്ക്കും സോഫിയയ്ക്കും ഇടയിൽ ഒരു അസാധാരണമായ ശാന്തത. രാത്രി കണ്ടത് പറയണം എന്നു തോന്നുന്നു, പക്ഷേ മറ്റൊരാളും വിശ്വസിക്കില്ല എന്നു അവർക്കറിയാം. സോഫിയ ചോദിച്ചു, നൂറ, ഡിഡ് യു സീ എ ഫേസ്? ഐ മീൻ സംതിങ് അൺയൂഷ്വൽ? നൂറ വിറച്ചുപോയി. അവൾ ഒന്നും പറയാതിരിക്കുകയായിരുന്നു, കാരണം ആ മുഖം മനുഷ്യന്റേതല്ല. ആ സമയത്ത് അധ്യാപിക മേരി ടീച്ചർ ടേബിളിന് അടുത്തുകൂടി. ഗേൾസ്, ഐ ഹോപ്പ് യു സ്ലെപ്റ്റ് വെൽ. ബട്ട് പ്ലീസ്, ഇഫ് യു ഹിയർ എനിത്തിങ് അൺയൂഷ്വൽ അറ്റ് നൈറ്റ്, ഡോണ്ട് പാനിക്. ദിസ് റിസോർട്ട് ഇസ് ഓൾഡ്. സൗണ്ട്സ് ട്രാവൽ സ്ട്രേഞ്ച്ലി ഹിയർ. ടീച്ചർ പെട്ടെന്ന് മാറിപ്പോയി. പക്ഷേ നൂറ ശ്രദ്ധിച്ചു. ടീച്ചറുടെ കൈകൾ വിറക്കുകയായിരുന്നു. വളരെ നേരം ഉറങ്ങാത്തവരുടെ അവസ്ഥ. ടീച്ചറിനും എന്തോ അറിയാമോ? ദിവസം മുഴുവൻ പ്രോഗ്രാം കഴിഞ്ഞ് അവരെ വീണ്ടും അതേ റൂമിലേക്കാണ് കൊണ്ടുപോയത്. നൂറ ഉള്ളിൽ വിറക്കുന്നു. അവൾ രാത്രി കണ്ട ആ രൂപം പിന്നെയും വരുമോ? സോഫിയെ മുട്ടുകുത്തി വിസ്പ് ചെയ്തു, വി വിൽ സ്ലീപ് വിത്ത് ദ ലൈറ്റ്സ് ഓൺ ടുനൈറ്റ്, ഓക്കേ? പക്ഷേ അത് രാത്രി സംരക്ഷിക്കുമോ? റൂമിന്റെ ഒരു കോണിൽ പഴയ ഒരു ഓവൽ മിററുമുണ്ട്. അത് അവിടെ ക്രൗഡിന്റെ സെന്റർ അല്ലെങ്കിലും നൂറയ്ക്ക് അത് സ്വയം ശ്വാസമെടുക്കുന്നുവെന്ന പോലെ തോന്നി. സോഫിയ ജോക്കിംഗ്ലി പറഞ്ഞു, ദിസ് മിറർ ലുക്സ് ലൈക്ക് സംവൺ എസ് വാച്ചിങ് ഫ്രം ഇൻസൈഡ്. നൂറയ്ക്ക് അത് തമാശയല്ലായിരുന്നു. പക്ഷേ റിഫ്ലക്ഷനിൽ 4 പെൺകുട്ടികൾ. അവരുടെ ഗ്രൂപ്പ് അല്ല, അവർ 3 പേരാണ്. സോഫിയ ഇല്ല. നൂറ കണ്ണ് ബ്ലിങ്ക് ചെയ്തു, വീണ്ടും നോക്കി. ഇപ്പോൾ റിഫ്ലക്ഷൻ ശരിയാണ്, പക്ഷേ നൂറയുടെ ശരീരത്തിലൂടെ ചൂടുകാലത്ത് തണുത്ത വെള്ളം ഒഴിക്കുന്നതുപോലെ ഭയം ഓടിക്കയറി. രാത്രി 12 മണി ആകാൻ 15 മിനിറ്റ്. എല്ലാവരും നല്ലപോലെ ഉറങ്ങാൻ ശ്രമിക്കുന്നു. ലൈറ്റ് ഓൺ. മുറി നിശബ്ദം. പക്ഷേ നൂറയ്ക്ക് ഉറക്കം വരുന്നില്ല. അവൾ സിലിംഗ് ഫാനിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ഫാൻ നിർത്തി. ഒരു സെക്കൻഡ് സൈലൻസ്. അടുത്ത സെക്കൻഡിൽ ടിക്ക് ടിക്ക് ടിക്ക്. ആ ശബ്ദം മിററിന്റെ അകത്തുനിന്ന്. നൂറ സ്ലോലി എഴുന്നേറ്റിരുന്നു. ശബ്ദം മിററിന്റെ ഗ്ലാസിന്റെ പിൻവശത്ത് ആരോ നെയിൽ കൊണ്ടോ വിരലുകൊണ്ടോ തട്ടുന്നതുപോലെ. നൂറ മിററിന്റെ ദിശയിൽ നോക്കുന്നു. അവളുടെ ഹൃദയം കുത്തിപ്പിറക്കുന്നു. മിററിന്റെ അകത്ത് ഒരാൾ നിൽക്കുന്ന പോലെ ഒരു ഡാർക്ക് സിലോയറ്റ്. വളരെ നീളമുള്ള, ഒരെണ്ണം ലേശം ചായുന്ന തല. അവൾ ശബ്ദം കേൾക്കുന്നു. ഒരു നോ റാ എന്ന ചുരുൾ. അത് ശബ്ദമല്ല, ഗ്ലാസിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്പന്ദനം. നൂറ ബ്രെത്ത് പിടിച്ചു. പെട്ടെന്ന് മിററിന്റെ അകത്തുനിന്ന് ഒരു കരിവിരൽ ഗ്ലാസിൽ പ്രസ് ചെയ്യുന്നതായി കണ്ടു. വിരലുകൾ സ്കെലറ്റൻ പോലെ, നഖങ്ങൾ നീളമുള്ള. ഗ്ലാസ് ചുരുണ്ടു തുടങ്ങി. പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. നൂറ ഞെട്ടി. അവൾ സോഫിയയെ ഷേക്ക് ചെയ്തു. സോഫിയ, വേക്ക് അപ്പ്, സംവൺ ഇസ് ഇൻ ദ മിറർ. സോഫിയ കണ്ണ് തുറന്നു. പക്ഷേ അവൾ ചാടി എഴുന്നേറ്റില്ല. അവൾ ടെറിഫൈഡ് ആയി വിസ്പർ ചെയ്തു, ഐ നോ, ഐ സോ ഇറ്റ് യെസ്റ്റർഡേ. നൂറ, ദാറ്റ് തിങ് വാസന്റ് ഹോൾഡിംഗ് യു. നൂറ ബ്രെത്ത് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്. ഇറ്റ് വാസ് ട്രൈങ് ടു ക്ലൈംബ് ഔട്ട് ത്രൂ യു. സ്റ്റോറി ആൻഡ് കോൺസെപ്റ്റ് ബൈ എസ്.കെ. വഡാക്കൻ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് വീഡിയോസ്.